ഈയിടെയായിട്ട് നടന്ന ഒരു കോളേജ് പ്രോഗ്രാമിൽ കുട്ടികളോടുള്ള ചോദ്യോത്തരമൊക്കെ ഉള്ള ഒരു പ്രോഗ്രാമിൽ മതത്തിനെ പറ്റിയിട്ടൊരു ഒരു കാഴ്ചപ്പാടൊരു കുട്ടി അവതരിപ്പിക്കണ്ടായി. അഥവാ മതത്തിനെ ചില ആളുകൾ ചില പ്രത്യേക കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ടൂളുകളായിട്ട് ഉപയോഗിക്കുന്നു. സ്ത്രീകളെ അടിച്ചമർത്താൻ എസ്പെഷ്യലി സ്ത്രീകളെ അടിച്ചമർത്താനുള്ള ടൂളായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ ക്ലിപ്പാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യത്തിൽ മതങ്ങൾക്ക് എത്രത്തോളം പങ്കുണ്ട്? അങ്ങനെ ഒരു പങ്കുണ്ടോ? ഞാനൊരു മുസ്ലിമാണ്. പലപ്പോഴും പലവരും ഞാനൊരു കാര്യം പറയാണ്, ഒരു റിലേറ്റീവ് കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കാര്യമാണ്. പുള്ളി പള്ളി പോകത്തില്ല, നിസ്കരിക്കത്തില്ല, ഓതത്തില്ല. അപ്പം പുള്ളി പറയുന്നത് പെൺകുട്ടികൾ പഠിക്കണ്ട, കല്യാണം കഴിച്ചോ. ഞാൻ പറഞ്ഞു കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, എനിക്കിനി PG എടുക്കണം. പറഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടാണ് PG എടുക്കാമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കൊച്ചിനെടുക്കാനേ പറ്റത്തുള്ളൂ, PG എടുക്കാൻ പറ്റത്തില്ല. ഇസ്ലാമികപരമായി ശരി, അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറയാണ് ഓക്കെ പഠിക്കുന്നതിന് കുഴപ്പമില്ല, വിശ്വാസം വേണോന്ന് പറഞ്ഞു. ആദ്യം ഈ ചോദ്യത്തിനൊക്കെ മുമ്പ് ഇതൊക്കെ പറയാൻ താൻ ആരുവാ എന്നൊക്കെ ചോദിച്ചുകൂടായിരുന്നു. ചോദിച്ച എന്നെ വീട്ടിൽ നിർത്തത്തില്ല. ഇതാരാ? വീട്ടിലുള്ള ആളാണോ? റിലേറ്റീവ് ആണ്, ബന്ധുവാണ്, ശല്യക്കാരനായ ബന്ധു. അതെ. അപ്പോൾ ഇതില് ഈ ഒരു ക്ലിപ്പ് കാണുമ്പോൾ ഒരു പക്ഷെ അതിന്റെ തുടർച്ചയായിട്ടുള്ള വേറെയും കുറച്ച് കാര്യങ്ങളുടെ അതിലേക്ക് വരാം. അപ്പോൾ ഇതില് പ്രധാനമായിട്ടും പിന്നെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള ഹിജാബിലേക്ക് അടക്കം വരുന്നുണ്ട്. ഹിജാബ് ധരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ പലതും പറയുമ്പോൾ പലപ്പോഴും ഇതിനോടുള്ള പ്രതികരണം വരുന്നത് നേരെ ആ പെൺകുട്ടിയെ പറഞ്ഞത് ശരിയല്ല, അതേപോലെ തന്നെ അതിൽ ഇന്ന തെറ്റുകളുണ്ട്. തീർച്ചയായും അതിനോട് ഒരുപാട് വിയോജിപ്പുകൾ നമുക്കുണ്ട്. പക്ഷെ അതിന് മുമ്പ് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ അതിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്തിട്ടല്ല പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞതിനോടുള്ള റിയാക്ഷൻ മാത്രമാണ് ചെയ്യുന്നത്. അത്തരമൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തിനോടുള്ള റിയാക്ഷൻ അത് മാത്രമാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി പറഞ്ഞതിനെ മാത്രമല്ല നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, മറിച്ച് ആ സാഹചര്യത്തെ കൂടി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതായത് ആ പെൺകുട്ടി പറയുന്നത്, ആ പെൺകുട്ടിയോട് പിന്നെ ഒരു റിലേറ്റീവ്, അതാരോ ആകട്ടെ A or B, ആ റിലേറ്റീവ് പറയാണ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അത് മതത്തിന്റെ പേരിൽ പറയണം. മതത്തിന്റെ പേരിൽ പറയുന്ന റിലേറ്റീവിന്റെ ലൈഫിലാണെങ്കിൽ മതം കാണുന്നു. മതത്തിന്റെ ഏറ്റവും ബേസിക് അടിസ്ഥാന കാര്യങ്ങൾ, അതായത് നിസ്കാരം പോലും ഇല്ലാത്ത ഒരാൾ പെൺകുട്ടിയോട് വസ്ത്രത്തിന്റെ വിഷയത്താകട്ടെ അല്ലെങ്കിൽ വിവാഹത്തിന്റെ വിഷയത്തിലാകട്ടെ ഇത് മതത്തിന്റെ പേരിൽ പറയാം. ഇവിടെ നമ്മൾ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കണം. ഇവിടെ മതം പറഞ്ഞു, സ്വാഭാവികമായിട്ടും ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതം പറയാന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ഉള്ള കാര്യങ്ങളെയാണ് മതത്തിന്റെ കൽപ്പനകളായിട്ട് നമ്മൾ മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ സർട്ടാവ് പറഞ്ഞു, പടച്ചവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആത്യന്തികമായി നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് എന്ന ബോധ്യത്തിലാണ് മതം പറഞ്ഞു എന്ന പേരിൽ സ്വന്തം ജീവിതത്തിലും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും അത് ചെയ്യണമെന്ന് പറയലും അതേപോലെ തന്നെ സ്വന്തം ജീവിതത്തിൽ അത് അനുവർത്തിക്കുകയും ചെയ്യുക. ഇവിടെ ഈ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ, അതായത് സ്വന്തം ജീവിതത്തിൽ നിസ്കാരം പോലും ഇല്ലാത്ത ഒരാൾ മതത്തിന്റെ പേരിൽ നീ അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നത് മതമല്ല, ആ വിശ്വാസമല്ല. അതായത് പടച്ചോൻ പറഞ്ഞത് ആത്യന്തികമായി നമുക്ക് നന്മയാണ്, ആ നന്മ നിനക്ക് വേണം എന്ന ഒരു ചിന്തയിൽ നിന്നല്ല ആ സംസാരം. അങ്ങനെ ആയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ആദ്യം ആ ഒരു ചിന്ത ഉണ്ടാക്കേണ്ടത് ഈ വ്യക്തിയിലുള്ള മാറ്റമായിരുന്നു, അല്ല ഈ വ്യക്തിയിലെ പരിവർത്തനമായിരുന്നു ആദ്യം ഉണ്ടാക്കേണ്ടത്. അത്തരത്തിൽ മതം പ്രവർത്തിക്കൂ. മതം ആദ്യം നമ്മളെയാണ് മാറ്റുക, എന്നിട്ടാണ് നമ്മളിലൂടെ മറ്റുള്ള ആളുകളെ മാറ്റുക. നമ്മളെ മാറ്റുന്നതിന് മുമ്പ് ലോകം മൊത്തം നന്നായിട്ട് കാണണം, എന്നിട്ടേ ഞാൻ മാറുള്ളൂ എന്ന് പറയുന്ന ഒരു തരത്തിലല്ല മതം നമ്മളിൽ വർക്ക് ചെയ്യുക. ഇനി ലോകത്തെ ആദ്യം നന്നാക്കുക. ലോകത്തെ എന്നുള്ളതിനേക്കാൾ എൻ്റെ അധീനതയിലുള്ള, ഞാൻ പറഞ്ഞാൽ എന്താ പറയുക, കേൾക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത്തരത്തിൽ അനുസരിപ്പിക്കാനോ കഴിയുന്ന ആളുകളൊക്കെ ഞാൻ മാറ്റും. ശേഷം ഞാൻ മാറിക്കൊണ്ട് ഞാൻ മാറുന്ന കാര്യം ഈ നോക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ നോക്കണ്ട എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യമാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ധാർഷ്ട്യം എന്ന് പറഞ്ഞാൽ അത് മതമായിട്ടൊരു ബന്ധമല്ല, അല്ലെങ്കിൽ അവിടെ മതം വർക്ക് ചെയ്യുന്നേ ഇല്ല. അത് ആ വ്യക്തിയുടെ ധാർഷ്ട്യമാണ്, ആ വ്യക്തിയുടെ അഹങ്കാരമാണ്. ആ വ്യക്തി എവിടെ നിന്നൊക്കെയോ കൾച്ചറലി പേറുന്ന, ആ വ്യക്തി അബദ്ധത്തിൽ തെറ്റായി ധരിച്ചിരിക്കുന്ന ഒരുപാട് ബോധ്യങ്ങളുടെ പ്രശ്നമാണ്. ആ ബോധ്യങ്ങളുടെ പ്രശ്നം നമുക്ക് ഒരുപാട് സ്ഥലത്ത് കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തിക്ക് ഈ വിഷയം പറയാനുള്ള അധികാരമില്ല, ഇതേപോലെ കൊണ്ടുനടക്കുന്ന. അല്ല, ഇതിൽ ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് പറയാനുള്ളത്, ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ജീവിതത്തിൽ പരിപൂർണമായി യാതൊരു തെറ്റും ചെയ്യാത്ത അവസ്ഥയിൽ മാത്രമേ അയാൾക്ക് മറ്റൊരാളെ ഉപദേശിക്കാവുന്നുള്ളതല്ല. മറിച്ച് നമ്മൾ പറയുന്നത് ഒരു ബേസിക് ആയ കാര്യം പോലും അനുവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിസ്കരിക്കാത്ത ഒരാൾ പിന്നെ ഹിജാബിനെ കുറിച്ച് പറയുന്നത്, അതായത് മതം 100% ലൈഫിൽ എത്തിയാൽ ബാക്കിയുള്ളവർ അതല്ല, മതം 100% ആക്കാൻ ശ്രമിക്കെങ്കിലുമാണ്. അല്ലെങ്കിൽ നമ്മളുടെ ശ്രമമില്ലാതെ നമ്മളെ ലൈഫിൽ ശ്രമിക്കുന്ന പോലുമില്ല. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ നന്നാക്കാൻ നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രദ്ധിക്കൽ അത് നമ്മുടെ മതപരമായ ബോധ്യമല്ല, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആത്മാർത്ഥതയല്ല,
നമുക്ക് വേറെ ആരൊക്കെയോ കൺട്രോൾ ചെയ്യുന്നതിൽ കിട്ടുന്ന, അല്ലെങ്കിൽ വേറെ ആരോടൊക്കെ എന്തൊക്കെയോ അനുസരിപ്പിക്കുന്നതിൽ കിട്ടുന്ന ഒരു ആത്മരതിയോ ആത്മസുഖം മാത്രമാണ് അവിടെ വർക്ക് ചെയ്യുന്നതാണ്. ഇത് എവിടെ കാണാൻ കഴിച്ചെങ്കിൽ ഒരുപാട് കാണാൻ കഴിയും. ഇപ്പോൾ കൾച്ചറലി സാംസ്കാരികമായിട്ട് കൈമാറിപ്പോകുന്ന ഒരുപാട് സ്വഭാവങ്ങളും പെരുമാറ്റം നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. ഇസ്ലാം അതിൽ എല്ലാത്തിനെയും നിരോധിക്കുന്നൊന്നുമില്ല. ഇപ്പം നമ്മൾ വസ്ത്രം, നമ്മളിപ്പം പറയാറില്ല, നമ്മൾ വസ്ത്രം ഈ കൾച്ചറിൻ്റെ വസ്ത്രമാണ്, കേരളത്തിൻ്റെ വസ്ത്രമാണ്. ചിലപ്പോൾ നമ്മൾ തുണിയായിരിക്കും ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ പാൻ്റായിരിക്കും. ഇതൊക്കെ ഇവിടെ പല രീതിയിൽ ഇൻവേഷനൊക്കെ നടന്നിട്ടും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. പക്ഷേ കേരളത്തിൻ്റെതായിട്ടുള്ള രീതിയിലാണ് വസ്ത്രം ധരിക്കുന്നത്, സംസാരിക്കുന്നത്. കേരളത്തിൻ്റെതായിട്ടുള്ള ചില റിച്വൽസും ചില രീതികളൊക്കെ നമ്മുടെ ലൈഫിലുണ്ട്. അതൊന്നും ഇസ്ലാം അറബികളെ പോലെ ആക്കാൻ പറഞ്ഞിട്ടില്ല, നമുക്കത് അനുവദനീയാണ്. പക്ഷെ മതം നിർബന്ധമായി നമ്മളോട് പറയുന്ന ചില ഏരിയാസ് ഉണ്ട്, ചില കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ആവണം എന്ന് പറയുന്നുണ്ട്. ആ വിഷയത്തിൽ നമ്മളുടെ ഇടയിൽ കൾച്ചർ കയറി വന്നാൽ ആ കൾച്ചറിനെ ഒഴിവാക്കണം. അപ്പോഴാണ് പടച്ചവൻ പറഞ്ഞ മതത്തിനെ പൂർണ്ണമായി അനുസരിക്കുകയും അതിനെ സമർപ്പിക്കുകയും ചെയ്യുന്ന മുസ്ലിമായിട്ട് നമ്മൾ മാറുള്ളൂ. അപ്പോൾ ഈ സംഭവം നടക്കാത്ത ഒരുപാട് ഏരിയകളുണ്ട്. നമ്മൾ കൾച്ചർ മതത്തിന് അപ്പുറമായിട്ട് കരുതുകയും എന്നിട്ട് ആ കൾച്ചറിനെ മതമായിട്ട് കാണുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. കൾച്ചറിനെ മതത്തിൻ്റെ മുകളിൽ വെക്കും, ഇടാ പിന്നെ കൾച്ചർ ആയിരിക്കും മതം, അല്ലെങ്കിൽ കൾച്ചർ പടച്ചോൻ പറഞ്ഞ പോലെ കാണും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ രീതിയിൽ പറയാറുള്ള പോലെ തന്നെ ഇപ്പോൾ ഒരു വീട്ടു ജോലിൻ്റെ വിഷയം എന്താ മതം പഠിപ്പിക്കുന്നത്? എന്താ, വീട്ടിൽ ആരാണോ അവൈലബിൾ ആയിട്ടുള്ള ആളുകൾ അപ്പോഴുള്ള ജോലികൾ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുണ്ടാകുന്ന സമയത്ത് പ്രവാചകൻ ആ വീട്ടിലുള്ള ജോലിയിൽ ആരൊക്കെയാണോ വീട്ടിലുള്ളത്, പ്രവാചകനും ഭാര്യ ഉണ്ടാവും, ആ സമയത്തുള്ള ജോലികൾ എന്ത് ചെയ്യും, അവരൊരുപോലെ ചെയ്യും. അല്ലെങ്കിൽ പ്രവാചകൻ അങ്ങനെ ചെയ്തിരുന്നതിൻ്റെ ഇടയിൽ പ്രവാചകൻ നമസ്കരിക്കാൻ പോയതായിട്ടുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ചില ആളുകളുടെ ധാരണ എന്താണ്, മതം ആ ഡ്യൂട്ടി സ്ത്രീകൾക്ക് കൊടുത്തു, സ്ത്രീയാണ് അത് ചെയ്യേണ്ടത്, ഇപ്പോൾ പുരുഷന്മാർ ചെയ്യാൻ പാടില്ല, പുരുഷന്മാർ ചെയ്യുമ്പോൾ എന്തോ കുറവൊക്കെ. ഇവൻ നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രം പോലും കഴുകി വെക്കുന്നത് മതപരമായൊന്ന് തെറ്റ് ചെയ്യുന്ന പോലെയൊക്കെയാണ്. അവിടെ ആക്ച്വലി ശരിക്കും നമ്മൾ ഉത്തരവാദിത്വമായിട്ടാണ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതൊരാൾ ഇഷ്ടമില്ലാതെ, ഇപ്പോൾ നമ്മൾ കഴിച്ചൊരു പാത്രം ഇഷ്ടമില്ലാതെ ഒരാൾ കഴുകി വെക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, കമ്മിറ്റ്മെൻറ്റ്, സ്നേഹം, ഈ വിഷയം ഒരാൾ മറ്റൊരാൾക്കൊരു സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്നൊന്നുമല്ല പറയുന്നത്. അങ്ങനെ ചെയ്തു കൊടുക്കുന്ന, ഇഷ്ടത്തോടുകൂടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളിൽ അങ്ങോട്ടാവാം ഇങ്ങോട്ടാവാം, പാത്രം കഴുകലോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സഹായം, കെയറിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള കെയറിങ്ങുകളും വരും. അതൊന്നും ഇസ്ലാം എതിരല്ല, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടാവാം, സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമായിട്ടല്ലാവാം. നമുക്ക് ഇഷ്ടമില്ലാതെ നമുക്ക് വേണ്ടി ഒരാൾ ഒരു ജോലി ചെയ്തിരുന്നു, അയാൾ ഇഷ്ടപ്പെടുന്നില്ല ജോലി ചെയ്യാൻ, നമുക്ക് വേണ്ടി ഇന്ന കാര്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ നമ്മളുടെ ഏതൊക്കെയോ സാംസ്കാരികമായ ബോധ്യം കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് അയാളെ കൊണ്ടത് ചെയ്യിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അവിടെ നമ്മളുള്ളിൽ വർക്ക് ചെയ്യുന്നത്, ഈ തെറ്റ് ചെയ്യുമ്പോൾ അത് ശരിയാണെന്ന് തോന്നാൻ നമ്മളെ മനസ്സിൽ വർക്ക് ചെയ്യുന്നത് മതമല്ല. മതമായിരുന്നെങ്കിൽ മതത്തിൻ്റെ കൽപ്പന കാണിച്ചിട്ടുണ്ട് അങ്ങനെ ആ വിഷയത്തിൽ. മതം അങ്ങനെ ഒരു കൽപ്പനയും പറയുന്നില്ല, മറിച്ച് മതമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് നമ്മുടെ സാംസ്കാരിക ബോധമാണെന്നുള്ളതാണ്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നത് മതമല്ല എന്നുള്ളതാണ് ഒന്നാമത്. ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എൻ്റെ ഒരു അധികാരം ഇവിടെ പിന്നെ സ്ഥാപിക്കുക, ഞാൻ പറയുന്നത് പോലെ എൻ്റെ കീഴിലുള്ളവർ അല്ലെങ്കിൽ എൻ്റെ താഴെയുള്ളവർ അങ്ങനെ ജീവിച്ചിരിക്കണം എന്ന ഒരു ചിന്തക്കപ്പുറത്തേക്ക് മതമല്ല അവിടെ പിന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഫോഴ്സായിട്ട് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇവിടെ അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈവൻ പിന്നെ ഒരു നിസ്കരിക്കുന്ന ഒരു റിലേറ്റീവ് ആണെങ്കിൽ പോലും ഒരു ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് തട്ടമിടുക എന്ന് പറയുന്നത്, ഇതിനെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, തട്ടമിടുക എന്ന് പറയുന്നത് ഒരുപാട് പ്രോസസ്സുകളുടെ തുടർച്ചയായിട്ട് സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ ബോധ്യം മൊത്തത്തിലുള്ള കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഏറ്റവും ബേസ് പോലും ഇല്ലാത്ത ഒരാൾ ആണ് ഇത് ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് തീരെ പ്രസക്തിയില്ല. മൊത്തം കുടുംബാന്തരീക്ഷം തന്നെ അത്തരത്തിൽ മാറണം. ഇപ്പോൾ ഒരു ഹിജാബ് ധരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു പെൺകുട്ടി, ഇപ്പോൾ നമുക്കറിയാം പല പെൺകുട്ടികളും, മുസ്ലിം പെൺകുട്ടികൾ തന്നെ പറയുന്നൊരു കാര്യമാണ്, ഹിജാബ് ഞാൻ അത്രമേൽ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ധരിക്കുന്നത്, ഹിജാബ് അഴിക്കുക എന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. എന്തുകൊണ്ടാണ്? ഒരേ തരത്തിലുള്ള മുസ്ലിം പെൺകുട്ടികൾ തന്നെ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുകയും മറുഭാഗത്ത് ഇങ്ങനെ എനിക്ക് അത് അഴിച്ചു വെക്കുന്നത് ആലോചിക്കാൻ പോലും സാധിക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് അവരുടെ ബോധ്യത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ്. അപ്പോൾ ആ ബോധ്യത്തിലേക്ക് വിശ്വാസത്തെ കൊണ്ടുവരിക എന്ന പ്രക്രിയയാണ് ആദ്യം നടക്കേണ്ടത്. അത് നടക്കാതെ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ അങ്ങനെ വിശ്വാസത്തെ ബോധ്യത്തിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന പ്രക്രിയ ഒന്നും ചെയ്യാതെ ജസ്റ്റ് ഏതെങ്കിലും ഒരു മതവിദ്യാഭ്യാസം നല്ലത് ഔട്ട്സോഴ്സ് ചെയ്ത് പിന്നെ മദ്രസകൾക്ക് കൊടുത്തു, അതവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകും എന്നുള്ളൊരു ചിന്തയും അതിനപ്പുറത്തേക്കുള്ള ഒരു കാര്യവും ചെയ്യാതെ, അതേപോലെ തന്നെ കുടുംബാന്തരീക്ഷം ആ നിലക്ക് ഒരു പടച്ചവനുള്ള സമർപ്പണം എന്നുള്ളതിൽ കേന്ദ്രീകരിക്കാതെയുള്ളൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാക്കിയതിനു ശേഷം പിന്നെ കുറച്ച് ഇങ്ങനെയുള്ള നിയന്ത്രിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം നിയന്ത്രിക്കാനുള്ള ഈ പറഞ്ഞതുപോലെയുള്ള കുറച്ച് നിയന്ത്രിക്കാനുള്ള കുറച്ച് സാധനങ്ങളിൽ മാത്രം മതം പിടിക്കുക.
ഇപ്പോൾ ഹിജാബ്, അപ്പൊ ചോദിക്കുക എന്താ, ഹിജാബ് മതത്തിൻ്റെതല്ലേ? ആണ്. അതേപോലെ തന്നെ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ മതവുമായി ബന്ധപ്പെട്ടു ആണ്. പക്ഷേ അവിടെ മാത്രമല്ല മതമുള്ളത്. മതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലും വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. മനുഷ്യൻ്റെ ബോധ്യത്തിൽ നിന്നും തുടങ്ങേണ്ടുന്ന ഒരു കാര്യമാണ്. അവിടെ ഒന്നും ഒരു വർക്കും ചെയ്യില്ല, അവിടെ ഒന്നും ഒരു ശ്രദ്ധയില്ല. ഈ പറഞ്ഞ കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള കുറച്ച് ഏരിയാസിൽ മാത്രം എടുത്തിട്ട് അവിടെ മാത്രം മതം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നത് മതമല്ല, ഈ പറഞ്ഞ അധികാരബോധവും ഇത്തരത്തിലുള്ള ബിഹേവിയറലായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു എങ്ങനെയാണ് നടപ്പിലാക്കിയതെന്ന് മാത്രം നോക്കിയാൽ മതി. അത് നമ്മളെ മറ്റേ ഈ ഹിജാബിന്റെ വിഷയം, വസ്തുവിന്റെ വിഷയം മാത്രമല്ല കേട്ടോ, ഏതൊരു ഇമ്മോറൽ ബിഹേവിയറും മാറ്റാൻ എന്താണ് മതം സ്വീകരിച്ചതെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോൾ സമയത്ത് ഹിജ്റ 5-ാം വർഷം എന്നാണ് കണ്ടത് ഹിജാബിൻ്റെ ആയത്തിറങ്ങിയത്. ചിലപ്പോൾ ഒന്നുകൂടി വെരിഫൈ ചെയ്യേണ്ടത് എന്താ, ഹിജ്റയ്ക്ക് ശേഷം എന്നുള്ള ഉറപ്പില്ല, ഒരു സംശയമില്ല. ഹിജ്റയ്ക്ക് ശേഷമാണ് ഹിജാബിൻ്റെ ആയത്തിറങ്ങുന്നത്. ഈവൻ ഹിജ്റയ്ക്ക് ശേഷം പോലും ഒരു സഹാബിൻ്റെ വീട്ടിലേക്ക് മറ്റൊരു സഹാബി അബൂദർദാ റളിയല്ലാഹു അൻഹു ആണെന്ന് എൻ്റെ ഓർമ്മ, പോകുന്ന സമയത്ത് അബൂദർദാ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു വരികയാണെന്ന് എൻ്റെ ഓർമ്മ. ചിലപ്പോൾ പേരുകൾ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അങ്ങനെ വരുന്ന സമയത്ത് അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്ന വേളയിൽ അവരുടെ തലയിൽ തട്ടമില്ല, ഈ മുടി കാണുന്നുണ്ട്. അപ്പോൾ അത് പറയുന്ന സമയത്ത് സീറയിൽ നമുക്ക് പ്രത്യേകം കാണാൻ കഴിയും ഈ സമയത്ത് ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങിയിട്ടില്ല. ദാറ്റ് മീൻസ് സ്വഹാബിമാരെ പോലും ഓരോ നിയമങ്ങളും കൊടുക്കാൻ ഓരോ സമയം പടച്ച തമ്പുരാൻ അറിയാം, വ്യക്തമായിട്ട് അറിയാം. ആ സമയത്താണ് നിയമം കൊടുക്കുന്നത്. ആ സമയം ആകുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു, ഈ നിയമം അനുസരിക്കാൻ അവർ പാകപ്പെടുന്നു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ മാത്രമല്ല, മദ്യപാനത്തിൻ്റെ വിഷയത്തിൽ എങ്ങനെ ഇസ്ലാം ആ സമൂഹത്തെ പരിവർത്തിപ്പിച്ചത്. അത്രമേൽ മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടുള്ള സമൂഹത്തോടെ ഫസ്റ്റ് പറയുന്നത് എന്താണ്, നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ലഹരി ബാധിച്ചുകൊണ്ട് നിസ്കരിക്കരുത്. ദാറ്റ് മീൻസ് ഒരു ലൈഫിൽ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് കൊണ്ടുവരാണ്. ലഹരി ബാധിച്ചവരായിട്ട് നിസ്കരിക്കരുത് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ മുമ്പെങ്കിലും ലഹരി ഒഴിവാക്കണം. അപ്പോൾ ലുഹറിൻ്റെയും അസറിൻ്റെ ഇടയിൽ പറ്റൂല, അസറിൻ്റെയും മഗ്‌രിബിൻ്റെ ഇടയിൽ പറ്റൂല, മഗ്‌രിബിൻ്റെ ഇശൻ്റെ ഇടയിൽ പറ്റൂല. അപ്പോൾ സ്ഥിരമായി മദ്യപിച്ച ആൾക്കാർ എന്ത് ചെയ്യാണ്, ഇശയ്ക്ക് ശേഷം വേണമെങ്കിൽ മദ്യപിക്കാം, സുബഹിക്ക് ശേഷം മദ്യപിക്കാം, 2 നേരമാക്കി ചുരുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, മദ്യം മൊത്തം ഒഴിവാക്കാൻ വേണ്ടി പറയണം. ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ട്. ഇതിന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഷെഡ്യൂളും സ്ട്രക്ചറും കൊടുക്കുന്നതിന് മുമ്പ് വിശ്വാസം അടിസ്ഥാനപരമായിട്ട് ഉറപ്പിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ കാണാൻ കഴിയും, പ്രവാചകൻ ആദ്യം വന്നിട്ട് വ്യഭിചാരവും മദ്യപാനവും ഒഴിവാക്കാനായിരുന്നു ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളത് ചെയ്യുമായിരുന്നില്ല. ആദ്യം വന്നിട്ട് ധാർമ്മികമായ മോറൽ കമാൻഡ്സ് അല്ല പ്രവാചകൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ അനുസരിക്കണം, ഇങ്ങനെ വസ്ത്രം ധരിക്കണം, ഇത്ര നിസ്കരിക്കണം, വ്യഭിചാരം ഒഴിവാക്കണം, മദ്യപാനം ഒഴിവാക്കണം, ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആർക്കും അത് മനസ്സിലാവില്ല. മനുഷ്യപ്രകൃതി അങ്ങനെ മനസ്സിലാവുന്ന രീതിയിലല്ല. നമ്മൾ എന്തുകൊണ്ടാണ് ബുദ്ധി വെച്ച പ്രായം മുതൽ ഇതൊക്കെ അനുസരിക്കുന്നത്? ഈ അനുസരിക്കുന്നതിന് മുമ്പ് ബുദ്ധി വെക്കുന്ന പ്രായത്തിനുള്ളിൽ നമുക്ക് ചില വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ബോധ്യത്തിലേക്ക് എത്തുന്നു. ഏതെത്തിയതുപോലെ സ്വഹാബിമാർക്ക് പ്രവാചകൻ ആ 10 വർഷത്തിലധികം എടുത്ത് ബോധ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്തതുപോലെ. എങ്ങനെ ബോധ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്തത്? ഖുർആൻ ആദ്യം ഇറങ്ങിയ സൂറത്തുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും നമുക്ക്. ആദ്യം ഇറങ്ങിയ സൂറത്ത് പറഞ്ഞാൽ ഇന്ന് ഖുർആൻ്റെ അവസാനം കാണാൻ കഴിയുന്ന സൂറത്തുകളാണ്. വിശ്വാസപരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ്. എനിക്കൊരു പടച്ചോനുണ്ട്, അങ്ങനൊരു പടച്ചോനുണ്ടെങ്കിൽ ആ പടച്ചോനല്ലേ എനിക്ക് നിയമം നൽകാൻ ഉത്തരവാദിത്തപ്പെട്ടവൻ, അവനല്ലേ അതിന് അർഹൻ, അതെ അവനാണ്, അവനോടല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് അവനോടാണ്, അവനേക്കാൾ കൂടുതൽ കടപ്പാട് എനിക്ക് വേറെ ആരോടുമില്ല. ആ പടച്ചവൻ ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞുതരാൻ വേണ്ടി അയച്ചതാണ് ഈ പ്രവാചകനെ. ആ പ്രവാചകനെ നമ്മൾ അനുസരിക്കണം, ജീവനേക്കാൾ സ്നേഹിക്കണം. ആ പ്രവാചകൻ അനുസരിക്കേണ്ടതിന് കാരണം എന്താ, എൻ്റെ പടച്ചവൻ അയച്ചതാണ്, എന്നിലേക്ക് അയച്ചതാണ്, എനിക്ക് അത്രയും പ്രിയപ്പെട്ടവനാണ് പ്രവാചകൻ. ഇനി അനുസരണ കാണിച്ചാൽ എനിക്ക് എന്തുണ്ട്, പരലോകത്തൊരു ഒരു മനോഹരമായ സ്വർഗമുണ്ട്. അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവേണ്ടവനെ ധിക്കരിച്ചതിൻ്റെ പേരിൽ എനിക്ക് ശിക്ഷ ഉണ്ടാവും. ഈ ബോധ്യമാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്, നന്മ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സ്വഹാബിമാർക്ക് ഈ ബോധ്യം കൊടുത്തതിന് ശേഷമാണ് അവരോട് ധാർമ്മികമായ കൽപ്പനകൾ പറഞ്ഞത്. അത് ഡ്രഗ്സിൻ്റെ വിഷയമായിക്കോട്ടെ, വസ്ത്രത്തിൻ്റെ വിഷയമായിക്കോട്ടെ, ഈ കൽപ്പനകളൊക്കെ പറഞ്ഞത് ഈ വിശ്വാസം അവരിൽ ഉറപ്പിച്ചതിന് ശേഷമാണ്. കാരണം എങ്കിലേ ആ കൽപ്പന അനുസരിക്കാൻ കഴിയുള്ളൂ. ഈ സമൂഹത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് ചെറുപ്പം മുതൽ ഇത് അനുസരിച്ച് പോരുന്നത്? നമുക്ക് ഈ വിശ്വാസം ഉറപ്പിക്കാൻ ചെറുപ്പത്തിൽ അവസരമുണ്ട്. ആ വിശ്വാസം ചെറുപ്പത്തിൽ ഉറപ്പിക്കുന്നു, ശേഷം എന്ത് ചെയ്യുന്നു, ജീവിതത്തിലെ കർമ്മങ്ങൾ അനുസരിച്ച് പോകുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ ഒരാൾക്ക് വിശ്വാസം ഉറച്ചിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കർമ്മങ്ങളിലല്ല ആദ്യം പ്രവർത്തിക്കേണ്ടത്, കർമ്മങ്ങളിലും പാരലലി പ്രവർത്തിക്കാം. വസ്ത്രം ധരിക്കുന്നതിലാണെങ്കിലും ഹാബിറ്റുകളിലാണെങ്കിലും ഒക്കെ പാരലലി നമുക്ക് ഇടപെടാം. അതിൻ്റെ ഒപ്പമോ അതിനേക്കാൾ മുന്നയോ നമ്മൾ ഇടപെടേണ്ടതും തിരുത്തേണ്ടതും ശരിയാക്കേണ്ടതും എന്താണ്? വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം വിശ്വാസത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിലൂടെയാണ് കർമ്മത്തിലേക്ക് എത്തുന്നത്. ഇതിനർത്ഥം കർമ്മത്തിന് പ്രാധാന്യം ഇല്ല എന്നല്ല. ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങൾക്കോ അല്ലെങ്കിൽ ചട്ടങ്ങൾക്കോ രീതികൾക്കോ ഇസ്ലാമിൽ പ്രാധാന്യം ഇല്ല എന്നുള്ളതല്ല. അതിനു മുമ്പ്
ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്, ഇസ്ലാം ശരിയാക്കിയിട്ടുള്ളത്, ഇസ്ലാമിൻ്റെ ഓർഡറിൽ ഇസ്ലാം ചെയ്യുന്നത് വിശ്വാസപരമായിട്ടുള്ള വിഷയങ്ങളിലെ ഇടപെടലുകളും കറക്ഷനുമാണെന്നുള്ളതാണ്. ബാക്കി ഭാഗങ്ങൾ അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞ വിശ്വാസം വേണം എന്ന് പറഞ്ഞു. ഞാൻ നിസ്കരിക്കാറുണ്ട്, ഓതും. അപ്പം ഇവരെന്ന് പറയുന്ന വിശ്വാസം എന്ന് പറയുന്ന മതം എന്ന് പറയുന്ന സ്ത്രീകൾ മാത്രം അടിച്ചമർത്താനുള്ള ഒരു ഐക്കണായിട്ട് അവർ കണ്ടേക്കുവാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരിക്കലും ഈ തലമറിക്കുന്ന കാര്യം, എനിക്ക് ഹിജാബ് ഇടാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. പിന്നെ എന്നെ വീട്ടിൽ നിർത്തത്തില്ല. വാപ്പി പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല, പക്ഷേ വീട്ടിൽ നിൽക്കണ്ട, ഹിജാബ് ഇട്ടില്ലെങ്കിൽ വീട്ടിൽ നിൽക്കണ്ട, ഇറങ്ങിക്കോണം എന്റെ വീട്ടിൽ നിന്ന്. പിന്നെ പഠിച്ചൊരു ജോലി വാങ്ങിച്ചിട്ട് ഭാവിയിൽ എനിക്കത് മാറ്റാൻ പറ്റുമായിരിക്കും. കാരണം ഞാൻ നിസ്കരിക്കാറുണ്ട്, ഓതാറുണ്ട്. ഒരിക്കലും ഒരു 2-3 മുടി പുറത്ത് കണ്ടെന്ന് പറഞ്ഞ് പോകുന്ന വിശ്വാസമാണെങ്കിലും അത് പൊക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. കാരണം ഒരിക്കലും വിശ്വാസം എന്ന് പറയുന്ന ഒരാൾ പുറമേ കാണിക്കുന്ന ഒരു കാര്യമല്ല, മനസ്സിൽ വേണ്ട ഒരു കാര്യമാണ്. നമ്മളും ദൈവവും തമ്മിൽ വേണ്ട ഒരു കാര്യമാണ്. ഇത് സ്ഥിരം ഡയലോഗാണ്. വിശ്വാസം ഉള്ളിൽ വേണ്ടതാണ്, പുറത്തല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ഉള്ളിലുള്ള വിശ്വാസം എന്താ? ഓക്കെ, ഉള്ളിലാണ് വിശ്വാസം വേണ്ടത്. എന്നിട്ട് അതിന് ചില ഹദീസുകളൊക്കെ ചില ആൾക്കാർ സ്റ്റാറ്റസ് ഒക്കെ വിശ്വാസം എവിടെയാണ്? പടച്ചോൻ നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്, മനസ്സിലേക്കാണ് എന്നൊക്കെ പറയും. ശരിയാണ്, പടച്ചോൻ നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്, മനസ്സിലേക്കാണ്. വിശ്വാസം മനസ്സിലാണ്, ഒക്കെ ശരിയാണ്. ആ മനസ്സിലുള്ള വിശ്വാസം എന്താ വിശ്വാസം? നമ്മൾ സൃഷ്ടിച്ചൊരു പടച്ചവനുണ്ട്, ആ പടച്ചവനെ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന വിശ്വാസമാണത്. ആ സമർപ്പണത്തിൽ പെട്ടതാണെന്ത്? ഈ വസ്ത്രധാരണമാകട്ടെ, അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലുമുള്ള പടച്ചവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്ന വിശ്വാസം കൂടിയാണത്. വിശ്വാസ കാര്യങ്ങളിൽ പെട്ടതാണെന്ത്? വിശുദ്ധ ഖുർആൻ അല്ലെ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം, ഇതിലൊക്കെ വിശ്വസിക്കുക എന്നുള്ളത് വിശ്വാസത്തിൽ പെട്ടതാണ്. അപ്പോൾ മനസ്സിലാണ് വിശ്വാസം എന്ന് പറഞ്ഞില്ലേ, ആ വിശ്വാസത്തിൽ പെട്ടതാണെന്ത്? ഈ പടച്ചവനോടുള്ള അനുസരണ എന്ന് പറയാം, അല്ലെങ്കിൽ അവനുള്ള സമർപ്പണം എന്ന് പറയുന്നത് ആ വിശ്വാസത്തിൽ പെട്ടതാണ്. അപ്പം അതുകൊണ്ട് മനസ്സിൽ വിശ്വാസമുണ്ടെങ്കിൽ അത് പുറത്ത് കാണും. അത് പുറത്ത് കണ്ടില്ലെങ്കിൽ മനസ്സിൽ വിശ്വാസം കുറവാണെന്നോ ഇല്ലാന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഇത് പറയുന്നത് കേട്ടാൽ തോന്നുന്നത് എന്താ വെച്ചാൽ മനസ്സിൽ വിശ്വാസം ഉണ്ട്, മനസ്സിൽ മാത്രമാണ് വിശ്വാസം അല്ല. മനസ്സിൽ വിശ്വാസമുണ്ട്, പുറമേ കാണുന്ന രൂപത്തിലുള്ള വിശ്വാസം തന്നെയായിരിക്കും അത്, അല്ലെങ്കിൽ അതിന്റെ പലതരത്തിലുള്ള രൂപങ്ങൾ പുറത്ത് കാണും. ചില ആൾക്കാരുടെ വസ്ത്രധാരണത്തിന്റെ വിഷയത്തിലൊക്കെ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് അവർ പറയും, പടച്ചോൻ ശരീരത്തിലേക്കല്ലോ നോക്കുക, ഹൃദയത്തിലേക്കല്ലേ, ഹൃദയത്തിലേക്ക് തന്നെ നോക്കുക. ഈ വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ പടച്ചോൻ പറഞ്ഞൊരു കമാൻഡ് നമ്മൾ ധിക്കരിച്ചു എന്ന് വിചാരിച്ചോ. പുരുഷന്മാരുടെ വിഷയത്തിലാണെങ്കിൽ ഞെരിയാണിക്ക് താഴത്ത് വസ്ത്രം പോകുന്നതാവാം, സ്ത്രീകളുടെ വിഷയത്തിലാണെങ്കിൽ തട്ടത്തിന്റെ വിഷയമാവാം. ഓക്കെ, എന്താണെങ്കിലും പടച്ചോൻ പറഞ്ഞ ഒരു കാര്യം ധിക്കരിച്ചു എന്ന് വിചാരിച്ചോ. എന്നിട്ട് ധിക്കരിച്ച് ഇയാൾ പറയാണ് എൻ്റെ വസ്ത്രത്തിലേക്കല്ല പഠിച്ച് നോക്കുക, മനസ്സിലേക്കാണ് നോക്കുക. ഓക്കെ, വസ്ത്രത്തിലേക്ക് പഠിച്ച് നോക്കിയില്ല, മനസ്സിലേക്ക് നോക്കി. ഇയാളെ മനസ്സിൽ എന്താ കാണുക? ഇയാൾക്കറിയാം ഇയാളെ മനസ്സിലുള്ള കാര്യം എന്താ, മനസ്സിലേക്ക് പഠിച്ച് നോക്കുമ്പോൾ കാണുന്ന എന്തായിരിക്കും? ഇയാൾക്കറിയാം പടച്ചവൻ എന്നോട് പറഞ്ഞത് ഇതാണ്. ഏത് പടച്ചവൻ? എനിക്ക് സകലതും നൽകിയ, എനിക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങൾ നൽകിയ, എൻ്റെ പൂർണ്ണമായ ഉടമസ്ഥനായിട്ടുള്ള പടച്ചവൻ പറഞ്ഞത് ഇതാണ്. ഇതിൻ്റെ തൊട്ട് മുകളിൽ എന്തുണ്ട്? എൻ്റെ ഒരു ഇഷ്ടമുണ്ട്, അല്ല എനിക്ക് വസ്ത്രം എങ്ങനെ അടിക്കാൻ ഇഷ്ടം. പടച്ചോൻ പറഞ്ഞത് ഇതാണ്, എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട പടച്ചോൻ പറഞ്ഞത് ഇതാണ്. പക്ഷെ എനിക്ക് അപ്പുറത്തൊരു ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്കൊരു ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ട്രെൻഡിനും അൽഗോരിതത്തിനും ഇഷ്ടമുണ്ട്. ഈ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ പടച്ചോൻ്റെ ഇഷ്ടത്തെ മാറ്റി വെക്കുകയാണ്. അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടമോ, എൻ്റെ കൂട്ടുകാരുടെ ഇഷ്ടമോ, ട്രെൻഡിൻ്റെ ഇഷ്ടമോ, അൽഗോരിതത്തിൻ്റെ ഇഷ്ടമോ പടച്ചോൻ്റെ ഇഷ്ടത്തിന് മുകളിൽ വെക്കുകയാണ്. അങ്ങനെ വെച്ച അവസ്ഥയാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് എൻ്റെ വസ്ത്രം എന്ത് ചെയ്യുന്നത്? ഈ തരത്തിൽ പടച്ചോൻ പറഞ്ഞതിന് അപ്പുറത്തേക്ക് പോകുന്ന, അല്ലെങ്കിൽ പടച്ചോൻ വിരുദ്ധമാണെന്ന് പറഞ്ഞത് ഞാൻ വസ്ത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. എൻ്റെ മനസ്സിലേക്ക് നോക്കിയാൽ എന്താ കാണുക? മനസ്സിലേക്കാണ് പടച്ചോൻ നോക്കുക. എന്താ അവിടെ കാണുക? പടച്ചോനെയാണോ കാണുക? പടച്ചോനെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ ഇഷ്ടത്തിനപ്പുറം, എൻ്റെ കൂട്ടുകാരുടെ ഇഷ്ടത്തിനപ്പുറം, അൽഗോരിതത്തിൻ്റെയും ട്രെൻഡിൻ്റെയും ഇഷ്ടത്തിനപ്പുറം എന്ത് ചെയ്യണം? പടച്ചോനെ വെക്കണം. അപ്പോഴേ മനസ്സിലേക്ക് നോക്കുമ്പോൾ പടച്ചോനെ കാണുള്ളൂ. ഇത് മനസ്സിലേക്ക് നോക്കുമ്പോൾ എപ്പോഴാണ് എന്താ കാണുക? പടച്ചവൻ ഇതാണ് എന്നോട് പറഞ്ഞത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടും ഞാൻ പടച്ചവനെ മാറ്റി വെച്ചു. ആർക്ക് വേണ്ടിയിട്ട്? എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ട്രെൻഡിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പടച്ചവനെ മാറ്റി വെച്ചു. അങ്ങനെ മാറ്റി വെച്ച ഒരാളുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ എങ്ങനെ പിന്നെ പടച്ചവനെ കാണുക? സ്വാഭാവികമായിട്ടവിടെ കാണുമല്ലോ. മാത്രമല്ല ഇത് ഏത് തെറ്റിനും ഇത് പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കള്ളു കുടിച്ചാൽ പിന്നെ സമത്തനോട് വന്നിട്ട് പറയണം കള്ളു കുടിക്കല്ലേ ഹറാമാണ്. അപ്പോൾ ഞാൻ പറയണത് പടച്ചവൻ നോക്കുന്നത് ഹൃദയത്തിലേക്കല്ലേ? പടച്ചവൻ നോക്കുന്നത് എൻ്റെ വായിലേക്കാണോ, എൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്കാണോ, അതിലേക്ക് പോകുന്ന പാനീയത്തിലേക്കാണോ? ഹൃദയത്തിലേക്ക് ഇല്ല. അപ്പം പടച്ചവൻ നോക്കുന്നത് ഒരു പാനീയത്തിലേക്കല്ല, വായിലേക്കല്ല, പിന്നെ എൻ്റെ വയറിലേക്കല്ല, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്കൊന്നും അല്ല, ഹൃദയത്തിലേക്കാണെന്ന് പറഞ്ഞാൽ അത് എനിക്ക് ചെയ്യാം. ഞാൻ വ്യഭിചരിക്കുകയാണ്, ഒരാൾ വന്നിട്ട് പറയാണ് ഹറാമാണ്, അപ്പോൾ പറയും പടച്ചവൻ എൻ്റെ ലിംഗത്തിലേക്കാണോ നോക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഒരു ഹറാം, ആ ഹറാം അത് ഹറാമാണെങ്കിൽ, അത് ഹറാമാണെന്ന ബോധ്യത്തോടു കൂടി ഞാനത് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ
വിശ്വാസത്തിന് അല്ലെങ്കിൽ പടച്ചവൻ്റെ കൽപ്പനക്ക് മുകളിൽ ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ദേഹേച്ഛയെ പ്രതിഷ്ഠിക്കുകയാണ്. ആ പ്രതിഷ്ഠിക്കലാണ് മനസ്സിലുള്ളത്. ആ മനസ്സിലേക്ക് പടച്ചവൻ നോക്കും, അത് തെറ്റാണ്. അതായത് എനിക്ക് അറിയാം ഹിജാബ് ധരിക്കലാണ് പടച്ചവൻ്റെ കൽപ്പന, എന്നിട്ടും എനിക്കത് ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് പടച്ചവൻ്റെ കൽപ്പനക്ക് മുകളിൽ എൻ്റെ ദേഹേച്ഛയെ ഞാൻ പ്രതിഷ്ഠിച്ചാൽ അവിടെ എൻ്റെ മനസ്സിലുള്ളത് എന്താണ്, പടച്ചവൻ്റെ കൽപ്പനക്ക് മുകളിൽ പ്രതിഷ്ഠിച്ച എൻ്റെ ദേഹേച്ഛയാണ്. അത് പടച്ചവൻ കാണും, അത് പടച്ചവന് മാർക്കിടും, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ എനിക്കറിയാം കള്ളുകുടി ഹറാമാണ്, എന്നാലും എനിക്കിഷ്ടം കള്ളുകുടിക്കാനാണ്, പടച്ചവൻ്റെ കൽപ്പനക്ക് മുകളിൽ എൻ്റെ ദേഹേച്ഛയെ പ്രതിഷ്ഠിച്ചു, അത് പ്രശ്നമാണ്. ഇതിങ്ങനെ അല്ലെങ്കിൽ ഒരു കാര്യവും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഏത് കാര്യം തെറ്റ, ഇപ്പോൾ ഈ ഹിജാബൊക്കെ പോട്ടെ, ഒന്നും ഇടാതെ ഒരാൾ നടന്നു, അപ്പോൾ ഇതേ ചോദ്യം ചോദിച്ചൂടെ? ശരീരത്തിലേക്കല്ലല്ലോ, വസ്ത്രത്തിലേക്കല്ലല്ലോ നോക്കുക, എൻ്റെ ഹൃദയത്തിലേക്കല്ലോ എന്ന് ചോദിച്ചൂടെ? എന്താ തെറ്റാന്ന് പറയാൻ പറ്റുക? അപ്പോൾ അതുകൊണ്ട് ഇല്ലോജിക്കൽ ഇമോഷണൽ ആർഗ്യുമെന്റ് ആണ്. പിന്നെ മാത്രമല്ല അവർ കുട്ടി പറയുന്ന പോലെ തന്നെ 2 3 മുടി കണ്ടാൽ പിടിച്ച് നരകത്തിലേക്ക് ഇടുന്നവനാണ് പഠിച്ചെന്ന് ആരാ പറഞ്ഞത്? അപ്പോൾ ഫോർ എക്സാമ്പിൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കേട്ടോ. ഇപ്പോൾ തട്ടൊക്കെ നേരെ ധരിച്ചു, അറിയാതെ 2 3 മുടി പുറത്തേക്ക് വന്നു, അതാണോ പടച്ചോൻ? അങ്ങനെയാണോ പടച്ചോനെ മനസ്സിലാക്കിയിട്ടുള്ളത്? ഒരിക്കലും അല്ല. അവിടെ പറയുന്നത് വെച്ചാൽ തട്ടമാണ് ഇസ്ലാമിൻ്റെ എല്ലാം എന്ന്. ഇപ്പോൾ നമ്മൾ ഈ സെഷൻ മൊത്തം കേൾക്കുമ്പോൾ മനസ്സിലാക്കും തട്ടമാണ് ഇസ്ലാമിൻ്റെ എല്ലാം എന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. തട്ടം അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ ഒരാൾ പറയാണ് ഞാൻ എല്ലാം അനുസരിക്കും, പടച്ചോൻ്റെ എല്ലാ വിഷയം ഞാൻ പടച്ചോൻ പറഞ്ഞത് കേൾക്കും, തട്ടം മാത്രം ഞാൻ കേൾക്കൂല. എന്താ കാരണം? തട്ടമിട്ടാൽ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒക്കെ ആൾക്ക് ഇളവുണ്ടാവും. തട്ടമിട്ടാൽ എനിക്ക് വേറെ ഈ ലോകത്ത് എക്സിസ്റ്റൻഷ്യൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ എനിക്ക് സ്പെഷ്യലായിട്ട് മാത്രമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ അനുസരിക്കില്ല, ആ വിഷയത്തിൽ മാത്രം പടച്ചോൻ അനുസരിക്കില്ല എന്നൊരാൾക്ക് ധാഷ്ട്യം ഉണ്ടെങ്കിൽ അത് പിന്നെ എന്താണ്? അത് തെറ്റല്ലേ? എനിക്കെല്ലാം നൽകിയ പടച്ചോൻ, ആ പടച്ചോനോട് പറഞ്ഞ ഈ വിഷയം മാത്രം ഞാൻ കേൾക്കൂല. പടച്ചോനാണ്, മാതാപിതാക്കളോ പാരൻസോ അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരോ പോലും അല്ല, പടച്ചോനാണ്. ആ പടച്ചോൻ പറഞ്ഞ് ഇന്ന കാര്യം മാത്രം ഞാൻ കേൾക്കൂല, അതെനിക്ക് ഇഷ്ടമല്ല, ഞാൻ ചെയ്യൂല എന്ന് പടച്ചോനോടാണ് പറയുന്നത്. അതാലോചിക്കണം, പടച്ചോൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കത് ഇഷ്ടമല്ല, എൻ്റെ ദേഹേച്ഛ അതിന് മുകളിൽ കയറി നിൽക്കണം, അല്ലെങ്കിൽ പടച്ചോൻ പറഞ്ഞ കൽപ്പനയെ ധിക്കരിച്ചിട്ട് ദേഹേച്ഛയെ പിന്തുടരൂ എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ട് അനുഭവപ്പെടുന്നില്ലേ? തെറ്റായിട്ട് അനുഭവപ്പെടേണ്ടതുണ്ട്, കാരണം അത് വലിയ തെറ്റാണ്. ഇനി അബദ്ധത്തിലോ അല്ലെങ്കിൽ അറിയാതെയോ പുറത്ത് കാണുന്ന മുടിയെന്നല്ല പറഞ്ഞു, ഇതൊരു പാർട്ട് ഓഫ് ഇസ്ലാമിൻ്റെ ഒരു ഭാഗങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഇപ്പോൾ അറിയാതെ നിസ്കാരം ഒഴിവാക്കുന്ന വിചാരിച്ചോ, പ്രധാനമുള്ള നിസ്കാരം അത്രയും പ്രധാനമാണ്, അറിയാതെ നിസ്കാരം ഒഴിവാക്കുന്ന വിചാരിച്ചോ അയാൾക്കൊന്നും സംഭവിക്കില്ല. മറന്ന് നിസ്കാരം ഒഴിവാക്കിയെങ്കിൽ ഒന്നും സംഭവിക്കില്ല. എപ്പോഴാണോ ഓർമ്മ വരുന്നത് അതാണ് അയാളുടെ സമയം. ളുഹർ നിസ്കരിക്കാൻ ഞാൻ ശരിക്കും ലിറ്ററലി മറന്നു, എനിക്ക് അസറിൻ്റെ സമയം കഴിഞ്ഞിട്ട് ഓർമ്മ വന്നത്, ആ ഓർമ്മ വന്നതാണ് എൻ്റെ സമയം. നിസ്കാരമല്ല, നോമ്പല്ല, എന്തായിക്കോട്ടെ, മറവിക്ക് അല്ലെങ്കിൽ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, അബദ്ധത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു കണിശതയില്ലല്ലോ. ഈ വിഷയം പിന്നെ അത് എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ? ഈ വിഷയത്തിൽ ചില ആൾക്കാർ ഞങ്ങൾ പടച്ചോനെ ധിക്കരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ ഈ വിഷയത്തെ പ്രത്യേകം എടുത്ത് പറയുന്നതാണ്. അല്ലാതെ ഇതാണ് വിഷയം, ആ 3 മുടിയാണ് പ്രശ്നം എന്നാരും പറഞ്ഞില്ല, അതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം എന്നും പറഞ്ഞില്ല. അത് ഇസ്ലാമിൻ്റെ കൽപ്പനകളിലും ആചാരങ്ങളിലും അനേകം കൽപ്പനകളിൽ ഒന്നാണ്. ഒരു കൽപ്പന മാത്രമല്ല ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഇനി അറിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ ആ മുടി കാണിക്കുന്ന ഒരു അവസ്ഥ അവിടെ യഥാർത്ഥത്തിൽ തെറ്റാണെന്നുള്ള ഒരു തെറ്റാണ്. അതായത് എനിക്ക് വ്യഭിചരിക്കുന്നത് തെറ്റാണെന്ന് അറിയാം, എന്നിട്ട് ഞാൻ വ്യഭിചരിച്ചു, അത് ഒരു തെറ്റാണ്. ആ വ്യഭിചരിച്ചത് ഒരു പക്ഷേ എൻ്റെ പിന്നീടുള്ള ജീവിതത്തിൽ ഞാൻ ആ ഒരു കാര്യത്തെ എങ്ങനെയാണ് പിന്നെ സമീപിച്ചിട്ടുള്ളത്, ഞാൻ അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടോ, അല്ല ഞാൻ ഏത് രൂപത്തിലാണ് ജീവിച്ചത് അതേ രൂപത്തിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ സ്വർഗത്തിലോ നരകത്തിലോ ഒന്ന് തീരുമാനിക്കുക. ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് അവൻ നരകത്തിലേ ആവുള്ളൂ, അവൻ പിന്നെ ഈ പറഞ്ഞ അല്ലെങ്കിൽ അവൾ നരകത്തിലേ ആവുള്ളൂ എന്ന് പറയാൻ അങ്ങനെ ഇസ്ലാം പറയുന്നില്ല. അവിടെ ഒരാൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഹിജാബാണ് വേണ്ടത്, പക്ഷെ എനിക്ക് ഹിജാബ് ധരിക്കാൻ താല്പര്യമില്ലാന്നോ അല്ലെങ്കിൽ അത് അത്ര കണ്ട് പിന്നെ കാര്യമായിട്ട് എടുക്കണ്ട എന്നോ പേരിൽ ഒരാൾ ഹിജാബ് ധരിച്ചില്ല, അത് ഇസ്ലാമിൽ തിന്മയാണ്, തെറ്റാണ്. എന്നാൽ പിന്നെ അവൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ആ ഒറ്റ പോയിന്റിലല്ല നിൽക്കുന്നത്, വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കൽപ്പനകളുണ്ട്. ആ കൽപ്പനകൾ അവൻ എങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ അവൾ എങ്ങനെ ചെയ്യുന്നു, അതേപോലെ തന്നെ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു തെറ്റിൽ നിന്നും അവൻ പിന്മാറുന്നുണ്ടോ, ആ മാനസികാവസ്ഥയിൽ നിന്ന് പിന്മാറുന്നുണ്ടോ, പടച്ചോൻ പറഞ്ഞാൽ ഞാൻ കേൾക്കാൻ തയ്യാറല്ല എന്നുള്ള മാനസികാവസ്ഥയിൽ നിന്ന് പിന്മാറുന്നുണ്ടോ, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ പരിപൂർണമായി എടുത്ത് ആ പരിപൂർണമായ ജീവിതത്തിൽ തെറ്റാണോ ശരിയാണോ കൂടുതൽ എന്നുള്ളതിനെ പരിഗണിച്ചുകൊണ്ട് പടച്ചവൻ്റെ കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ സ്വർഗത്തിലോ നരകത്തിലോ തീരുമാനിക്കുന്നത്.
അപ്പോൾ അതിൽ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്, ഒരാൾ ചെയ്തത് പിന്നെ സ്വർഗത്തിലേക്ക് എത്താൻ ഉള്ള ഒരു അതിനു മാത്രമായി എന്നുള്ളത് കൊണ്ടല്ല. പടച്ചവൻ അവൻ്റെ ജീവിതം കണ്ട് പടച്ചവൻ ഇഷ്ടപ്പെടുകയാണ്, പടച്ചവൻ കാരുണ്യം കൊണ്ട് മൂടുകയാണ്, എങ്കിലാണ് അയാൾ സ്വർഗത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ആ പടച്ചവൻ്റെ കാരുണ്യം കിട്ടാൻ പറ്റുന്ന രൂപത്തിലാണോ എൻ്റെ ജീവിതം, അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? പടച്ചവൻ്റെ കൽപ്പനകൾ പരമാവധി അനുസരിക്കാൻ നമ്മൾ തയ്യാറാവണം. എനിക്കറിയില്ല, എൻ്റെ ജീവിതം കൊണ്ട് പടച്ചവൻ്റെ കാരുണ്യം കിട്ടാൻ മാത്രം ഒരവസ്ഥയിലേക്ക് ഞാൻ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? പരമാവധി എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം എന്ത് ചെയ്യുക? ആ പടച്ചവൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ ശ്രമിക്കുക. ചില സന്ദർഭങ്ങളിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പടച്ചവൻ്റെ കൽപ്പനകൾ ധിക്കരിക്കുന്ന അവസ്ഥകൾ വന്നേക്കാം. അപ്പോൾ അവിടെ എത്രയും പെട്ടെന്ന് പടച്ചവനിലേക്ക് തിരിച്ചോടുക, പടച്ചവനിലേക്ക് ഖേദിച്ച് മടങ്ങുക എന്നൊരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ് പടച്ചവൻ ഏറ്റവും കാരുണ്യവാനാണ്, ആ പടച്ചവൻ എന്നെ കാരുണ്യം കൊണ്ട് മൂടും എന്ന ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ പടച്ചവൻ നമുക്ക് നൽകിയ ഒരു വാഗ്ദാനം കൂടിയാണ്. നിങ്ങൾ പിന്നെ ഒരിക്കലും ഏതെങ്കിലും ചെയ്ത തെറ്റുകളുടെ പേരിൽ നിങ്ങൾ ആകെ പിന്നെ എന്താ പറയുക പ്രയാസപ്പെടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അത്രമേൽ ഒരിക്കലും പടച്ചവൻ എനിക്ക് പുറത്തു തരില്ല എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. പടച്ചവൻ കടലിലെ നുരയോളം പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായി അവനിലേക്ക് ഖേദിച്ച് മടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പടച്ചവൻ പുറത്തു തരാൻ തയ്യാറാണ്. അപ്പോൾ ആ ഒരു പടച്ചവൻ്റെ കാരുണ്യം എന്നുള്ളതും ജീവിതത്തിനെ സമഗ്രാർത്ഥത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതും പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഈ കാര്യങ്ങൾ പറയേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്നാൽ പിന്നെ അവൻ നരകത്തിലേ ആവുള്ളൂ, അങ്ങനെ ഒരു പരിപാടി ഇസ്ലാമിലില്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന ലോകവീക്ഷണത്തിൽ ഇത് എന്ന് വെച്ചാൽ ഇത് ഇത്രയും സിംപ്ലിഫൈ ചെയ്ത് പറയുമ്പോൾ എന്താ വെച്ചാൽ ആളുകൾ വിചാരിക്കും ഒരു 3 മുടി അതിൻ്റെ പേരിൽ നരകം, 3 മുടി നരകം, ഇങ്ങനെയൊക്കെയാണ് പല ആളുകളും. അല്ല, ഇത് ഒന്നെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ചിന്തിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇത്തരം ഒരു മെസ്സേജ് കൊടുത്ത ആരെങ്കിലും അതിന്റെ പിന്നിൽ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിസ്കരിക്കൊന്നും ചെയ്യാത്ത ആള് ചിലപ്പോൾ വന്നിട്ട് പറയുന്നുണ്ടാവും 3 മുടി നരകാണെന്ന് പറയുന്നുണ്ടാവും. മൂപ്പരെ സംബന്ധിച്ച് എന്താണ്, ചില ആളുകൾക്ക് അഭിമാന പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിലും എൻ്റെ കുട്ടി തട്ടിട്ട് കിടക്കണം എന്നുള്ളൊരു അഭിമാന പ്രശ്നമുണ്ട്. അപ്പോൾ അത്തരം അഭിമാന പ്രശ്നങ്ങളുടെ വിഷയങ്ങളിലൊക്കെ നിസ്കരിച്ചതൊന്നും കുഴപ്പമൊന്നുമില്ല, അത് പ്രശ്നം നിസ്കാരം നോമ്പൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ തട്ടം എന്ന് പറഞ്ഞ് അവരെ പഠിപ്പിച്ച ആളുകൾ ഇതിന്റെ പിന്നിൽ കാരണമായിട്ടുണ്ടാവും. നമ്മൾ ഒന്ന് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒന്ന്. ഇപ്പോൾ ജെനുവിൻലി എനിക്ക് പേഴ്സണലി അറിയുന്ന ആളുകളുണ്ട്. ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. തട്ടൊന്നും ഇടുണ്ടാവില്ല, ചിലപ്പോൾ തട്ടൊന്നും ഇട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഒരു കറക്റ്റ് നിസ്കരിക്കാൻ പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്, പെൺകുട്ടികൾ. അപ്പോൾ അത്തരത്തിൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്കറിയില്ല അവർ ചിലപ്പോൾ നാളെ ഈ വിഷയത്തിൽ കേസ് പണങ്ങിയേക്കാം. ഓരോ ബാക്കി എല്ലാ വിഷയം ചിലപ്പോൾ റെഡി ആയിരിക്കും. നമ്മളെക്കാൾ ഈ ജഡ്ജ് ചെയ്യുന്ന ആളുകളെക്കാൾ ഒരു പക്ഷെ അവർ നല്ലതായിരിക്കും. വളരെ വ്യക്തമായിട്ട് പറയുന്നത് കോമൻ ആൻഡ് കോമിൻ, അതായത് ഒരിക്കലും ഒരു ജനത എന്ത് ചെയ്യരുത്, മറ്റൊരു ജനതയെ അധിക്ഷേപിക്കരുത്. കാരണം അധിക്ഷേപിക്കുന്നവർ അധിക്ഷേപിക്കപ്പെടുന്നവരേക്കാൾ നല്ലവരായേക്കാം. കാരണം നമുക്ക് ആ ഉള്ളറിയില്ല. അപ്പോൾ പോണോഗ്രഫി കാണുന്ന ആളായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ പെൺകുട്ടിയുടെ തട്ടിടുന്നതിലെ ചെറിയൊരു വിഷയത്തെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് അവളെ നരകത്തിലേക്ക് എത്തിക്കുന്നതും തക്ഫീർ ചെയ്യുന്നതും അവൾ കാഫറാണെന്ന് പറയുന്നത് ഈ പ്രശ്നമാണെന്ന് പറയുന്നതൊക്കെ എന്ത് അധികാരമാണ് അയാൾക്ക് പറയാനുള്ളത്? ഞാൻ പോണോഗ്രഫി എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മളെ ലൈഫിൽ അപ്പോൾ തെറ്റുകൾ ചെയ്യുന്നുണ്ടാവും. ഞാൻ പറയുന്നത് തെറ്റല്ലാന്നോ തിരുത്തണ്ടാന്നോ അല്ലെങ്കിൽ അവരങ്ങനെ വിട്ടോളൂ അവരങ്ങനെ ജീവിച്ചോട്ടെ ഒന്നുമല്ല, തിരുത്തണം. പക്ഷെ ജഡ്ജ് ചെയ്ത് അത് ഏറ്റവും വലിയ പാവമായിട്ടും ഭീമമായിട്ടുള്ള പ്രശ്നമായിട്ടും കണക്കാക്കുന്നതിലെ പ്രശ്നമാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നതിലെ പ്രശ്നമാണ് പറഞ്ഞത്. ജഡ്ജ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം പക്ഷെ നമുക്ക് ആർക്കും നൽകിയിട്ടില്ല. പ്രവാചകനോട് പോലും ഹുദൂദിനേശം പറഞ്ഞത് ലൈസലക്ക മിനൽ അംരി ശൈ, പ്രവാചകരെ നിനക്ക് ആ വിഷയത്തിൽ അധികാരങ്ങളില്ല, ഞാനാണ് തീരുമാനിക്കുന്നത് എന്നാണ് പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് പോലും മറുപടിയായിട്ട് അല്ലാഹു തആല പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ വിഷയത്തിൽ അങ്ങനെ ഇടപെടേണ്ട ആവശ്യമില്ല, നമ്മുടെ പടച്ചവനെ ഏൽപ്പിച്ചിട്ടില്ല. നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മുടെ ജീവിതം ആദ്യം ക്രമീകരിക്കുക, ഒപ്പം തന്നെ നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ ശ്രമിക്കുന്നതിനൊപ്പം തന്നെ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ആളുകൾക്ക് സതുപദേശങ്ങൾ നൽകുക, നസിഹത്ത് നൽകുക. മതം എന്ന് പറഞ്ഞാൽ സതുപദേശമാണ്. ആളുകളെ അവർക്ക് മതം ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അവരെ മതത്തിലേക്ക് ക്ഷണിക്കുക, മതം അനുസരിക്കുന്ന വിഷയത്തിലേക്ക് പറയുക. അവർക്ക് മതം വെറുക്കുന്ന രീതിയിലല്ല അവരോട് മതം അനുസരിക്കാൻ പറയേണ്ടത്. അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങോട്ട് ഇസ്ലാമിനെ തെറി പറയുന്ന ആളുകളുള്ള റെസ്പോൺസ് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്, അതുപോലെയല്ല ആൾക്കാരെ മതത്തിലേക്ക് ക്ഷണിക്കേണ്ടതും മതം അവരോട് അനുസരിക്കാൻ പറയേണ്ടതും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പടച്ചവൻ്റെ പാപമോചനത്തെ പറ്റി പറയാം. അവരൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനെ പെട്ടെന്ന് ഓർക്കും, അവർ അള്ളാഹുവിനെ പറ്റി പെട്ടെന്ന് ചിന്തിക്കും. ഫസ്തഗ്ഫിറുല്ലാഹ്, അവർ അള്ളാഹുവിനോട് പാപമോചനം തേടും. വമ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, എത്ര മനോഹരമായിട്ടാണ് പടച്ചവൻ പറയുന്നത്. അവർ പാപമോചനം തേടും, ആ തേടിക്കഴിഞ്ഞാൽ അവർക്ക് ആ പാപമോചനം കൊടുക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാരാണുള്ളതെന്ന്. അഥവാ അള്ളാഹു അപ്പോൾ തന്നെ പാപമോചനം കൊടുക്കുന്നതാണ് അർത്ഥം, ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്ന ആളുകൾക്ക്. അപ്പം അത്തരമൊരു അവസരം വിശാലമായിട്ട് ഇസ്ലാമിലുണ്ട്. അത് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വാശി തീർക്കാനോ നമ്മുടെ ഏതോ ഈഗോ തീർക്കാനോ നമ്മുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ കൾച്ചറലി കൈമാറി കിട്ടിയ സാംസ്കാരികമായ എന്തോ ബോധ്യം തീർക്കാനോ
ഒരിക്കലും മതത്തെ ഉപയോഗിക്കരുത്. ഒന്ന്, അത് ഉപയോഗിക്കാനുള്ള അവകാശം നമുക്കില്ല. അങ്ങനെ രണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്ന വേളയിൽ മതത്തെപ്പറ്റി തെറ്റിദ്ധരിക്കപ്പെടുന്ന, വസ്വാസിലാകപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ വിശ്വാസത്തിന്റെ വസ്വാസ് കൂടി നമ്മൾ പരലോകത്ത് പേറേണ്ടി വരും. അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ ഉറപ്പായിട്ടും പടച്ചവന്റെ അടുത്ത് മറുപടി പറയേണ്ടി വരും. കാരണം നമ്മളുടെ പെരുമാറ്റം കൊണ്ട് ദീൻ എന്താണെന്ന് ആളുകൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ ഇത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള, ഇത്രയും വൈഡ് ആയിട്ടുള്ള ഈ കാലത്ത് ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. നമ്മൾ മൊത്തത്തിൽ ഈ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം ചർച്ചകളൊക്കെ കേൾക്കുമ്പോൾ ഇവരൊക്കെ മതത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് ഒബ്വിയസ്ലി അത്രമല്ല, അവർ പറഞ്ഞതുപോലെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അവരങ്ങനെ മനസ്സിലാക്കാൻ സാധ്യതയുള്ളൂ. മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസും അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും അതുപോലെ തന്നെ ഇഷ്ടങ്ങളെയും എല്ലാം പിടിച്ച് ഇല്ലായ്മ ചെയ്യുന്ന, കുടുസാക്കുന്ന ഒരു മതത്തെയാണ് അവർ കാണുന്നതും അവർ കേൾക്കുന്നതും. അതുകൊണ്ടാണ് അവർ അത്തരത്തിൽ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രതികരിച്ചവരോട് നമ്മൾക്ക് ഏതെങ്കിലും രൂപത്തിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പറയുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുക എന്നുള്ളതല്ല. അവരുടെ അജ്ഞത കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വന്ന ബാക്ക്ഗ്രൗണ്ടിൽ അവർ കണ്ട ഒരു മതത്തിൻ്റെ ഒരു ചിത്രമായിരിക്കാം അവർ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങളെ ഇത് ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എന്നുള്ളത് കൊണ്ട് മതത്തിൻ്റെ കൽപ്പനകളൊന്നും ബാധകമല്ല എന്നല്ല, മറിച്ച് അത് കൂടുതൽ പഠിക്കാൻ അറിയാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവുക ഈ നമ്മൾ പറയുന്ന കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ, പടച്ചവൻ പറഞ്ഞ അരുത് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, മതം പറഞ്ഞ അരുത് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ആ അരുതുകൾ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ സുരക്ഷിതത്വത്തിനും നമ്മുടെ തന്നെ ഏറ്റവും നല്ല ജീവിതത്തിനും വേണ്ടിയാണ്. നമുക്ക് സ്വാതന്ത്ര്യം, ഏത് സ്വാതന്ത്ര്യമാകട്ടെ, അത് ചില റെസ്ട്രിക്ഷൻസോടുകൂടിയാണ് നമുക്ക് ലഭിക്കുക. ആ റെസ്ട്രിക്ഷൻസോട് കൂടിയാകുമ്പോഴാണ് അത് ഏറ്റവും സുന്ദരമായ സ്വാതന്ത്ര്യം ആയി മാറുന്നത്. അപ്പോൾ അത് നമുക്ക് അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും പിന്നെ ഒരു ഫോഴ്സ് ചെയ്യപ്പെട്ട് വേറെ ഒന്നും ലഭിക്കാതെ നേരെ ഹിജാബ് മാത്രം ധരിപ്പിച്ചാൽ, അല്ലെങ്കിൽ നേരെ കള്ളു കുടിക്കരുത് എന്ന് മാത്രം പറഞ്ഞാൽ, അല്ലെങ്കിൽ വ്യഭിചരിക്കരുത് എന്ന് മാത്രം പറഞ്ഞാൽ ഒരിക്കലും ആ സൗന്ദര്യം മനസ്സിലാവില്ല. കാരണം അയാൾക്കൊന്നുമില്ല, അയാൾക്ക് വിശ്വാസമില്ല, അയാൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, അയാളോട് വ്യഭിചരിക്കരുത് എന്ന് മാത്രം പറയാണ്, അയാളാകട്ടെ വ്യഭിചാരത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അയാൾക്കൊന്നും മനസ്സിലാവില്ല. അയാളുടെ ഒരു ഇഷ്ടത്തെ തടയുക, ഇത്ര മാത്രമാണ് അവിടെ വരിക. എപ്പോഴാണ് ആ വ്യഭിചാരത്തിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതിനൊരു സൗന്ദര്യം വരുന്നത്? അതിനു പിന്നിൽ ഒരു വിശ്വാസം ഉണ്ടാകുമ്പോഴാണ്. എന്നെ സൃഷ്ടിച്ച എൻ്റെ പടച്ചവൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വ്യഭിചാരം എന്ന് പറയുന്ന പ്രവൃത്തി എനിക്ക് ഹൈറല്ല, എനിക്ക് നല്ലതല്ല എന്ന് പടച്ചവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഹൈറിനാണ് എന്ന ഒരു ബോധ്യത്തിൽ നിന്ന്, വ്യഭിചാരത്തിൽ നിന്ന് മാറി നടക്കുമ്പോഴല്ലോ, അത് അത്രയും വലിയൊരു സൗന്ദര്യം ഉണ്ടാകും, അല്ലെങ്കിൽ അത്രയും വലിയൊരു സമാധാനം നമ്മുടെ മനസ്സിലുണ്ടാകും. ആ പടച്ചോൻ പറഞ്ഞതിനനുസരിച്ച് ഹിജാബ് ധരിക്കുമ്പോണ്ടല്ലോ വലിയൊരു സമാധാനം ഉണ്ടാവും. ആ പടച്ചോൻ പറഞ്ഞതിനനുസരിച്ച് വസ്ത്രധാരണം നമ്മൾ ക്രമീകരിക്കുമ്പോൾ വലിയൊരു സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അവിടെ റെസ്ട്രിക്ഷൻ ആയിട്ടല്ല നമുക്കത് മനസ്സിലാവുക, പടച്ചവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെ, അതിനെ സമർപ്പിക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു സമാധാനവും സന്തോഷവുമായിട്ടാണ് അത് അനുഭവപ്പെടുക. ആ രൂപത്തിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ അതിൻ്റെ ബേസിക്സ് അത് കറക്റ്റ് ആവുക എന്നുള്ളത് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിശ്വാസമാണ് ഏറ്റവും പ്രധാനം, അതിൻ്റെ തുടർച്ചയായി വരുന്ന കർമ്മങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ നിലക്ക് നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളെ ആ രൂപത്തിൽ കൂടി മനസ്സിലാക്കാനും, ആ രൂപത്തിലുള്ള ഒരു പ്രതികരണത്തിൽ അത്തരം ഫാക്ടേഴ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യാനും എല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.